വിക്രമാദിത്യനാൽ ബന്ധിക്കപ്പെട്ട വേതാളം വീണ്ടും കഥ തുടങ്ങി. സിംഹള രാജ്യത്തെ ചന്ദ്രകേതു എന്ന രാജാവിൻ്റെ വിശ്വസ്തനായ മന്ത്രിയായിരുന്നു പ്രതാപചന്ദ്രൻ. രാജാവിന് സർവമോഹിനി എന്നു പേരുള്ള സുന്ദരിയായ ഒരു റാണിയുണ്ടായിരുന്നു. ക്രീഡാതൽപരനായ രാജാവ് സർവമോഹിനിയോടൊപ്പം രമിച്ച് കഴിഞ്ഞതല്ലാതെ രാജ്യകാര്യങ്ങളിൽ ശ്രദ്ധിച്ചതേയില്ല. എല്ലാ കാര്യങ്ങളും പ്രതാപചന്ദ്രൻ്റെ ചുമലിലായിരുന്നു. ഈ സമയം പ്രതാപചന്ദ്രൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ട ചില കൊട്ടാരൻ ജോലിക്കാർ കഥ മെനഞ്ഞു. രാജാവിനെ സ്ഥാനഭ്രഷ്ടനാക്കി അധികാരം പിടിച്ചെടുക്കാനാണ് പ്രതാപൻ്റെ ശ്രമം അവർ പറഞ്ഞു വരുത്തി. നാട്ടിലെങ്ങും ഇതേ ചൊല്ലിയുള്ള അഭ്യൂഹങ്ങൾ പരന്നു. വാർത്ത പ്രതാപചന്ദ്രൻ്റെ കാതിലുമെത്തി. ഇത്രയും ആത്മാർത്ഥതയോടെ രാജ്യസേവനം ചെയ്തിട്ടും തനിക്ക് ഈ അവസ്ഥ വന്നു ചേർന്നല്ലോ എന്നോർത്ത് പ്രതാപന് മനസ്താപമുണ്ടായി. രാജ്യം ഉപേക്ഷിച്ച് ദേശാടനത്തിന് പുറപ്പെടാൻ തന്നെ അദ്ദേഹം തീരുമാനിച്ചു. ഒരു സുപ്രഭാതത്തിൽ ആരോടും മിണ്ടാതെ പ്രതാപചന്ദ്രൻ നാടുവിട്ടു. കാടും മലയും താണ്ടി യാത്ര ചെയ്തു വരവേ പ്രതാപചന്ദ്രൻ ഒരു വ്യാപാരിയെ പരിചയപ്പെട്ടു. കടൽ കടന്ന് കച്ചവടം ചെയ്യുന്ന ആ വ്യാപാരി തന്നോടൊപ്പം പ്രതാപനെയും കൂട്ടി. ഒരു നാൾ ഇവർ കപ്പലിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കെ കപ്പൽ കൊടുങ്കാറ്റിലകപ്പെട്ടു. ഗതി മാറി സഞ്ചരിച്ച അവർ ഒടുവിലേതോ വിജനദ്വീപിൽ ചെന്നുപെട്ടു. അവിടെ മനോഹരമായൊരു ക്ഷേത്രവും ക്ഷേത്രത്തിന് മുന്നിലായി ഒരു ആൽത്തറയും ഉണ്ടായിരുന്നു. ആ തറയിൽ അതിസുന്ദരിയായ ഒരു യുവതി ആരെയോ കാത്തു മുഷിഞ്ഞതുപോലെ പാതി മയക്കത്തിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. പ്രതാപചന്ദ്രൻ ഒട്ടുനേരം അവിടെ നിന്നു. കടൽ ശാന്തമായപ്പോൾ വ്യാപാരിയോടൊപ്പം പ്രതാപനും കപ്പൽ യാത്ര തുടർന്നു. സിംഹള ദേശത്തിന് സമീപം അവർ എത്തിച്ചേർന്നു. താൻ ഉപേക്ഷിച്ചു പോന്ന രാജ്യം ഒരു വട്ടം കൂടി കാണണമെന്ന് പ്രതാപചന്ദ്രന് തോന്നി. വ്യാപാരിയോട് അനുവാദം വാങ്ങി അദ്ദേഹം സിംഹള ദേശത്തേക്ക് പുറപ്പെട്ടു. അദ്ദേഹം അവിടെ എത്തി ചന്ദ്രകേതുവിനെ മുഖം കാണിച്ചു. പ്രതാപചന്ദ്രൻ പോയതിൽ വിഷണ്ണനായി കഴിയുകയായിരുന്നു രാജാവ്. പറയൂ പ്രതാപൻ, നിങ്ങൾ ഇത്ര കാലവും എവിടെയായിരുന്നു? രാജാവ് ആകാംക്ഷയോട് ചോദിച്ചു. താൻ നാടുവിടാനുണ്ടായ കാരണം അദ്ദേഹം രാജാവിനോട് പറഞ്ഞു. പ്രതാപചന്ദ്രനെ സംശയിക്കുകയോ? പറയൂ, ആരാണ് അപവാദങ്ങൾ പറഞ്ഞുണ്ടാക്കിയത്? അവർക്ക് നാം നല്ല ശിക്ഷ നൽകുന്നുണ്ട്, രാജാവ് ഗൗരവത്തോട് പറഞ്ഞു. തനിക്ക് ആരോടും പരാതിയില്ലെന്നും അതിനാൽ ശിക്ഷ അരുതെന്നും പ്രതാപൻ രാജാവിനോട് പറഞ്ഞു. രാജാവും മന്ത്രിയും ചേർന്ന് അങ്ങനെ സംസാരിച്ചിരിക്കുന്നതിനിടയിൽ താൻ ചെന്നുപെട്ട ആ വിജനദ്വീപിനെക്കുറിച്ച് പ്രതാപചന്ദ്രൻ സൂചിപ്പിച്ചു. അവിടെ കാതരഭാവത്തോടെ പാതി നിദ്രയിൽ കഴിഞ്ഞ സുന്ദരിയെപ്പറ്റി കേട്ടപ്പോൾ രാജാവിന് ആ ദ്വീപ് കാണണമെന്നായി. പ്രതാപചന്ദ്രൻ രാജാവിനെ ആ ദ്വീപിൽ കൊണ്ടുപോകാമെന്നേറ്റു. അടുത്ത ദിവസം രാജാവും ഒന്നിച്ച് പ്രതാപചന്ദ്രൻ കപ്പലിൽ കയറി ആ ദ്വീപിലെത്തി. മനോഹരമായ ക്ഷേത്രവും ആൽത്തറയും അവർ അവിടെ കണ്ടു. ആൽത്തറയിൽ ആ യുവതി അതേ അവസ്ഥയിൽ അപ്പോഴും ഇരിക്കുന്നുണ്ടായിരുന്നു. ചന്ദ്രകേതു നേരെ ആൽത്തറയിലേക്ക് നടന്നു. ആ യുവതിയെ കണ്ടപാടെ രാജാവിന് അവളിൽ അനുരാഗം തോന്നി. മടിച്ചില്ല. തൻ്റെ ഇംഗിതം ആ ക്ഷണം തന്നെ അറിയിക്കുകയും ചെയ്തു. താനൊരു വ്രതത്തിലാണെന്നും കുളിയും ക്ഷേത്രദർശനവും കഴിഞ്ഞ് രാജാവിൻ്റെ മുന്നിലെത്താമെന്നും അവൾ പറഞ്ഞു. ആ യുവതി അടുത്തുള്ള പുഴയിൽ കുളിക്കാനിറങ്ങി. പെട്ടെന്ന് ഭീമാകാരമായൊരു മത്സ്യം അവളെ വിഴുങ്ങി. നിലവിളി കേട്ട് രാജാവ് ഓടിയെത്തി. അയാൾ തൻ്റെ കരവാളുമായി പുഴയിൽ ചാടി മത്സ്യത്തെ നേരിട്ടു. രാജാവിൻ്റെ വെട്ടേറ്റ് മത്സ്യം 2 കഷണമായി. ആ യുവതി പരിക്കൊന്നുമില്ലാതെ പുറത്തു വരികയും ചെയ്തു. ഒരു ദേവകന്യകയായിരുന്നത്രേ അവൾ. സ്വന്തം പിതാവിന് ഏതോ കാര്യത്തിൽ അനിഷ്ടം തോന്നുകയും ഒരു നാൾ അവളെ ശപിക്കുകയും ചെയ്തു. വലിയൊരു മീൻ വിഴുങ്ങട്ടെ എന്നായിരുന്നു ശാപം. ഒരു രാജാവ് ആ സമയം അവളെ രക്ഷിക്കാൻ വന്നെത്തുമെന്നൊരു ശാപമോക്ഷവും നൽകിയിരുന്നു. രാജാവ് ആ ദേവകന്യകയെയും പ്രതാപചന്ദ്രനെയും കൂട്ടി തൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചു. നാട്ടിലെത്തി ആഘോഷപൂർവ്വം രാജാവ് ആ സുന്ദരിയെ വിവാഹം കഴിക്കുകയും ചെയ്തു. പിറ്റേന്ന് രാവിലെ രാജാവ് ഉറക്കമുണർന്നത് ഒരു ദുഃഖവാർത്ത കേട്ടുകൊണ്ടായിരുന്നു. പ്രതാപചന്ദ്രൻ ജീവത്യാഗം ചെയ്തു.
കഥ അവിടെ നിർത്തി വേതാളം വിക്രമാദിത്യന് നേരെ തിരിഞ്ഞു. പ്രതാപചന്ദ്രൻ എന്തിനാണ് ആത്മഹത്യ ചെയ്തത്? വേതാളം ചോദിച്ചു. പ്രതാപചന്ദ്രൻ ആ യുവതിയെ ഇഷ്ടമായിരുന്നോ? അവളെ വിവാഹം കഴിക്കണമെന്ന് അയാൾ അമിതമായി ആഗ്രഹിച്ചിരുന്നു. പക്ഷേ അത് പുറത്തു പറയാനുള്ള സന്ദർഭമോ സാവകാശമോ അയാൾക്ക് കിട്ടിയില്ല. തൻ്റെ പ്രണയിനിയെ മറ്റൊരാൾ വിവാഹം ചെയ്തതിലുള്ള വിഷമം മൂലമാണ് പ്രതാപചന്ദ്രൻ ആത്മഹത്യ ചെയ്തത്. വിക്രമാദിത്യൻ്റെ മറുപടി വേതാളത്തെ വീണ്ടും മുരിക്കുമരത്തിലെത്തിച്ചു.